ബീർ ബഹുട്ടി ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കി പിരമിഡ് കി പൂർത്തി കരെ ബ്രാക്കറ്റിൽ പെൻമേ സിയാഹി മർവാനെ. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതണമെന്ന് നോക്കാം. ഈ ആൻസർ ആയിട്ട് എഴുതുമ്പോൾ ദൂക്കാൻ പെർ പഹുഞ്ചെ ദോനോ ദൂക്കാൻ പെർ പഹുഞ്ചെ അതുപോലെ എടുത്ത് എഴുതുക. എന്നിട്ട് സിയാഹി ബർവാനെ ദോനം ദൂക്കാൻ പെർ പഹുഞ്ചെ പെൻമേ സിയാഹി ബർവാനെ ദോനം ദൂക്കാൻ പെർ പഹുഞ്ചെ. അടുത്താണ് ഗുഡലീത്തോ പരായി ഹെ എന്ന ചാപ്റ്ററിൽ നിന്നും कोष्टक के शब्दों से पिरामिड की पूर्ति करें. लड़कियों की तरह बाकी किसी और की अमानत है तू भी किसी और की अमानत है. അതിന്റെ ആൻസർ എഴുതുമ്പോൾ കിസി ഔർ കി അമാനത്ത് ഹെ തു ബി കിസി ഔർ കി അമാനത്ത് ഹെ. പിന്നെ ബ്രാക്കറ്റിന് എടുത്തിട്ടുള്ള ലഡ്കിയോം കി തരഹ് തു ബി കിസി ഔർ കി അമാനത്ത് ഹെ. വീണ്ടും ബ്രാക്കറ്റിൽ ബാക്കി തന്നിരിക്കുന്നു. അപ്പോൾ ബാക്കി ലഡ്കിയോം കി തരഹ് തു ബി കിസി ഔർ കി അമാനത്ത് ഹെ. ഈ ക്വസ്റ്റ്യൻ സബ്സെ ബിഡാ ഷോമേൻ എന്നുള്ള പാഠഭാഗത്ത് നിന്നുള്ളതാണ്. ഇതിൽ ബ്രാക്കറ്റിൽ തന്നിട്ടില്ല, കാരണം ലാസ്റ്റ് ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണല്ലോ. ചാർലിനെ മഷഹൂർ ഗീത്ത് ജെക് ജാൻസ് ഗാന ശുരു കിയ. അപ്പോൾ എങ്ങനെയാണ് ആൻസർ എഴുതണമെന്ന് നോക്കിക്കോളൂ. അങ്ങനെ ആൻസർ ഫുള്ളായിട്ട് ലാസ്റ്റ് ലൈൻ ഫുള്ളായി തന്നാൽ പിന്നെ ബ്രാക്കറ്റ് തരണമെന്നില്ല, കാരണം ഫസ്റ്റ് ലൈൻ ചാർലിനെ ഗാന ശുരു കിയ. അപ്പോൾ ഇതിന്റെ ആൻസർ എഴുതുകയാണെങ്കിൽ ചാർലിനെ ഗാന ശുരു കിയ, ചാർലിനെ ഗീത് ഗാന ശുരു കിയ, चार्ली ने मशहूर गीत गाना शुरू किया, चार्ली ने मशहूर गीत जैक जॉन्स गाना शुरू किया. അടുത്തത് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. വാക്യ പിരമിഡ് കി പൂർത്തീകരം വ്യക്തി കോ ഹതാശ. ബ്രാക്കറ്റിൽ രണ്ട് വേർഡ് തന്നിട്ടുണ്ട്, വ്യക്തി കോ ഹതാശ. ഇനിയാണ് ജാനന ചാഹിയെ ഹമേ ജാനന ചാഹിയെ, जानना चाहिए हमें जानना चाहिए, व्यक्ति को हमें जानना चाहिए, हताशा व्यक्ति को हमें जानना चाहिए. ഏകദേശം നിങ്ങൾക്ക് പിരമിഡ് എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്ററാണ് ജാതി പ്രദ ടാക്കൂർ കാ കുവാം എന്ന പാഠഭാഗത്തു നിന്ന്. ജാതി പ്രദ ഏക് അഭിശാപ് ഹെ, इसका संदेश देते हुए एक पोस्टर तैयार करें. जाति प्रदा से दूर रहें, जाति प्रदा अभिशाप है, हम सब एक है, हमारी जाति मानव जाति, जाति प्रदा स्वस्थ समाज के लिए हानिकारक है. ഇനിയാണ് ഗുഡലീത്തോ പരായി ഹെ എന്ന ചാപ്റ്ററിൽ നിന്നും ഇക്കായി ഫൈല് പാഠഭാഗം 2 ഗുഡലീത്തോ പരായി ഹേയിൽ ഒരു ചോദ്യമുണ്ട്. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ വിഷയ പർ പോസ്റ്റർ തയ്യാർ കരേ. അതിനെ പോസ്റ്റർ ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, बेटी है तो कल है, चलो बड़े कुछ कर दिखाए, बेटियां ईश्वर का उपहार मत छीनो इनका अधिकार, पढ़ी लिखी नारी घर घर की उचियारी, समाज को प्रगति के रास्ते ले आए. ഇത്രയാണ് ഈ ഒരു പോസ്റ്റർ ആൻസറായിട്ട് തയ്യാറാക്കേണ്ടത്. അടുത്തൊരു വസന്ത് മേരെ ഗാവ് എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു പോസ്റ്റർ ഉണ്ട്. मनुष्य और प्रकृति के आपसी संबंध इस विषय पर एक पोस्टर तैयार करें. सहायक बिंदु प्रकृति हमारी माँ है, प्रकृति की रक्षा मानव की रक्षा, जैव विविधता को बनाए रखें. അതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഇതേപോലെ പ്രകൃതിയെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ ആണല്ലോ. അപ്പോൾ ഒരു മരം ചെറുതായിട്ട് വരയ്ക്കാൻ കഴിയുമെങ്കിൽ അത് വരയ്ക്കുക. അതിനകത്തായിട്ട് എഴുതുക പ്രകൃതി സബ്കെ ലിയേ, പ്രകൃതി ജീവൻ കാ ആധാർ, प्रकृति हमारी माँ है, जैव विविधता को बनाए रखें, प्रकृति की रक्षा मानव की रक्षा. സൂചനയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, വളരെ എളുപ്പം. അടുത്താണ് ബീർ ബഹുട്ടിൽ നിന്നുള്ള ഒരു ഡയറി നോക്കാം എങ്ങനെയാണെന്ന്. ഗണിത ബാറ്റ് സാബ് के बुरे व्यवहार पर बेला उदास थी, उसका मन बहुत खराब हो गया, वह साहिल के सामने शर्मिंदा महसूस कर रही थी. बेला की उस दिन की डायरी तैयार कर. आंसर നോക്കാം. आज का दिन मैं कभी नहीं भूलूंगी, कितना बुरा दिन. നോക്കാം. आज का दिन मैं कभी नहीं भूलूंगी, कितना बुरा दिन था. गणित मैथ साहब गुस्से से मेरे बालों में पंचा फंसाया, जिस गलती को पाकर वे मेरे बाल पकड़कर फेंकने वाले थे वह गलती ही नहीं थी. थोड़ी देर के बाद उन्होंने मुझे छोड़ दिया. मेरे भयभीत चेहरे को देखकर साहिल की बुरी तरह डर गया था. मेरा मन बहुत खराब हो गया. मैथ साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं.
मैं साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि साहिल की नज़र में मैं बहुत अच्छी हूँ। साहिल के पास आने पर मैं उससे नज़र नहीं मिला पाई। मैं कल कैसे സാഹിൽ से मिलूं? ഈ ഒരു ഡയറി എന്ന് പറയുന്നത് ഗണിതാധ്യാപകൻ ഒരു കുറ്റവും ചെയ്യാത്ത ബേലയുടെ മുടി കുത്തിപ്പിടിച്ചു. എന്തിനായിരുന്നു? കോപ്പി എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, നോട്ട് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അത് സാഹിലിന്റെ മുന്നിൽ നിന്നായതുകൊണ്ട് അവൾക്ക് ഭയങ്കര സങ്കടം, നാണക്കേടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതിൽ യാതൊരു വിഷമം അവൾക്ക് തോന്നില്ല. പക്ഷെ സാഹിലിന്റെ മുഖത്തിന് എങ്ങനെ നോക്കും? അത് സാഹിലിന്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ ഡയറിയിൽ ബേല പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഡയറിയാണ് സബ്സെ ബഡാ ഷോമാൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള. ഗാന അബി ആദാ ഹി ഹുവാ था कि स्टेज पर पैसों की बौछार शुरू हो गई। चार्ली ने गाना रोक दिया और घोषणा की, पहले मैं पैसे बटोरूंगा और उसके बाद ही पाऊंगी। इस बात के हाल के हंसी करके तब्दील कर दिया। इस घटना के बारे में चार्ली की माँ ने अपनी डायरी कैसे लिखी होगी? कल्पना करके लिखी. മുകളിൽ കണ്ടില്ലേ ഡേറ്റ് എഴുതിയിരിക്കുന്നത്? ദിനം ബുധവാർ എഴുതിയിട്ടുണ്ട്. आज एक विशेष दिन था. आज स्टेज पर गाते वक्त मेरी आवाज़ फटकर फुसफुसाहट में तब्दील हो गई. അപ്പം അമ്മ എഴുതുകയാണ്, ഞാൻ സ്റ്റേജിൽ കയറി അന്ന് ആദ്യമായിട്ട് അവരുടെ ശബ്ദം നഷ്ടപ്പെട്ടു. ഫുസ്ഫുസാഹട്ട്, ശബ്ദത്തിന് വല്ലാത്ത ഡർച്ച അനുഭവപ്പെട്ടു. ലോക ഷോർ മച്ചാനെ ലഗെ, ജനങ്ങൾ ചിഹ്നം വിളിക്കാൻ തുടങ്ങി. സ്റ്റേജ് സെ ഹട്ടേക്കോ മേ മജ്ഹൂർ ഹോഗി, ബദലേ മേ ചാർലി കോ സ്റ്റേജ് പർ ഭേജ് ദിയ. അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ നിർബന്ധിതയായി. എന്നിട്ട് അതിന് പകരമായിട്ട് ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. ചാർലി ഗീത് ഗാനെ ലഗാ തോ സ്റ്റേജ് പർ പൈസോ കി ബോച്ചാർ ശുരു ഹോ ഗയി. ചാർലി ഗാനം ആരംഭിച്ചപ്പോൾ തന്നെ സ്റ്റേജിൽ നിറച്ചും പൈസ വീഴാൻ തുടങ്ങി. ചാർലിനെ ഗാന റോക്ക് ദിയ, ചാർലി പെട്ടെന്ന് പാട്ട് നിർത്തി. എന്നിട്ട് അനൗൺസ് ചെയ്യണം, ഘോഷണാക്കി പൈസ ബട്ടോറിനൊക്കെ ബാധിക്കി പാവുക, ഞാൻ ഇനി പൈസയൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് വരാം, ഇതൊക്കെ ഒന്ന് പറക്കി കൂട്ടി വരാം. इस बात ने हाल को हसी घर में तब्दील कर दिया. കാണികൾ മൊത്തം ഇളകി മറിയാൻ തുടങ്ങി. ഇത് കേട്ടിട്ട് ആളുകൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. उनके दर्शकों से बातचीत की, नृत्य किया और कई गायकों की नकल उतार दी. പാട്ട് പാടാനും നൃത്തം ചെയ്യാനും ഒരുപാട് ആളുകളെ അനുകരിക്കാനൊക്കെ തുടങ്ങി. ഈ ചെറിയ കുട്ടിയല്ലേ. ലോകോ മേ തഹാംകോം की हिस्सेदारी हुई. अंत में जब मैं उसे लेने गई तो कई लोगों ने मुझसे हाथ मिलाकर उसकी താരിഫ് की. എല്ലാവരും വളരെ സന്തോഷിച്ച് ഉല്ലസിച്ച് അവസാനം അവർക്ക് അമ്മയ്ക്ക് കൈ കൊടുക്കാൻ തുടങ്ങി. അത്രയും നല്ലൊരു പരിപാടി കണ്ടിട്ട് ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. मैं आज मैं बहुत खुश हूँ. मेरे लिए अविस्मरणीय दिन है. मैं और मेरे बेटे का भी. എനിക്കും എൻ്റെ കുട്ടിക്കും ഇന്നത്തെ ദിവസം വളരെ അവസ്മരണീയമായൊരു ദിനമായിട്ടാണ് അവർ പറയുന്നത്. അടുത്തതാണ് അയാം കലാം കെ ബഹാനെ എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോട്ടുവിൻ്റെ ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡേറ്റ് എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ചോട്ടുവിൻ്റെ ഡയറിയാണ്. ചോട്ടുവിൻ്റെ ഡയറി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയത് തന്നെയാണ്. അയാം കലാം കെ ബഹാനെ. आज मैं बहुत खुश हूँ क्योंकि मेरा सपना साकार हो गया. चाय की दुकान में काम करते समय मेरा सपना था स्कूल में भर्ती होकर अच्छी तरह पढ़ाई करना. मेरा साथी रणविजय तथा लूसी मैडम ने मेरी मदद की थी. मैडम ने वादा किया था कि मुझे दिल्ली लेकर जाएगी, लेकिन मुझे अपने आप दिल्ली जाना पड़ा. बाद में रणविजय और उसके परिवार की मदद से मैं स्कूल जा सका. वैसे मेरा सपना साकार हो गया. वो बात मैं कभी भूल नहीं सकता. അവരെ സഹായിച്ചവരെ കുറിച്ചും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാഡം മേരി സഹായിച്ചല്ലോ. നിങ്ങൾക്ക് പാഠഭാഗമൊക്കെ വ്യക്തമായി അറിയുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഇത്രയാണ് ചോട്ടിൻ്റെ ഡയറി. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസാണ്. പഠിക്കാനും എളുപ്പമാണ്. നന്നായി വായിച്ച് മനസ്സിലാക്കണം. ഗുഡ്ലി തോ പരാഹി എന്ന പാഠഭാഗത്ത് നിന്നുള്ള ഗുഡ്ലിയുടെ ഡയറിയാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതേപോലെ വൃത്തിയിലൊരു കള്ളി വരയ്ക്കുക, ഡേറ്റ്, ദിന് ഒക്കെ എഴുതുക. ഇനി എന്തൊക്കെയാണ് ഗുഡ്ലിയുടെ ചിന്തകൾ നോക്കാം. ഗുഡ്ലിക്ക് വളരെ വിഷമമായി. കാരണം അവൾ ആ വീട്ടിലേതല്ല, അന്യ വീട്ടിൽ താമസിക്കേണ്ടവളാണ് എന്ന ആ ഒരു അറിവ്
മുരളിക്ക് എത്രമാത്രം വിഷമുണ്ടാക്കി എന്നുള്ളത് തെളിവാണ് ഈ ഡയറി. आज का दिन मैं कभी नहीं भूलूंगी, आज ये का विस्मरणीय घटना हुई, मेरा मन खराब है, बुआ की बातें अभी कानों पर है क्या, मैं किसी और की अमानत हूँ, मैं कभी यह मान न सकती, यही तो मेरा घर है, क्या यहाँ की आम की केरियां मैं कभी खा नहीं पाऊंगी, बगीचे में बनाई क्यारियां, मछलियों के लिए तालाब कुत्ता नानू क्या सब उसका है, नहीं कभी ऐसा नहीं होगा, ये सब मेरा भी है. അടുത്താണ് ടാക്കൂർ കാക്കു എന്ന പാഠഭാഗത്തിലെ ഗംഗയുടെ ഡയറി. आज का दिन मैं कभी नहीं भूलूंगी, आज एक अविस्मरणीय दिन था, ठाकुर और साहू के लिए अलग हुए हैं, हम निम्न जाति के लिए पीने की भी पानी नहीं, कैसी हालत है, प्रतिदिन शाम पानी भर लिया करती थी, आज उसमें बदबू कैसी, इसलिए जोगू को पानी न दिया. बड़ी प्रतीक्षा से ठाकुर के कुएं से पानी लेने चली. गड़ा कुएं के मुख तक आ पहुंचा था. एक एक ठाकुर का दरवाजा खुला गया. भयभीत होकर कुएं के जगत से घर भागी. घर पहुंच कर देखा कि जोगू वह मैला गंदा पानी पी रहा है. जादी की इस दुरावस्था से कभी हमें मुक्ति न मिले. ഗരീബം കാ ദർദ് കോയി സംസ്ഥ നഹി കിസ്സേ കഹൂം. ഇത്രയും ഭാഗം നന്നായി ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി ഭാഗങ്ങളായിട്ട് നാളെ വരാം. ലെറ്റർ റൈറ്റിംഗ്, ടിപ്പണി, ആസ്വാദൻ ടിപ്പണി എന്നീ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ ചർച്ച ചെയ്യാം.